മനോഹരമായ ഒരു പ്രഭാതം കൂടി നമുക്കായി ഒരുക്കി വെച്ച് കാത്തിരുന്ന നല്ല തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നന്ദിയോടെ നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ദേശം, നമ്മുടെ അയൽവക്കക്കാർ, ഇടവക ജനങ്ങൾ, പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് അതിശക്തമായ ഒരു വചനമുണ്ട്. ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 സാമുവൽ 7:29 വചനം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. നോക്കിക്കേ, എന്തു മനോഹരമായൊരു വചനമല്ലേ! എത്ര ശക്തിയുള്ള വചനമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ വചനം. ഞാൻ എപ്പോഴും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴെല്ലാം ഞാൻ ഈ വചനം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വചനം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഈ വചനം. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് കാണാവുന്ന വിധത്തിൽ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്ക്. നടക്കുമ്പോഴെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മുടെ കുടുംബത്തിൽ മാംസം ധരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്കൊന്നിച്ച് ഏറ്റുപറയാം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈശോയെ, ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ കുടുംബങ്ങളിലും ഇപ്പോൾ തന്നെ, ഈ സമയം തന്നെ ഈ വചനം മാംസം ധരിക്കട്ടെ. ഈ വചനം അനുഗ്രഹമായി അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ഈ സമയം എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാതെ കഴിയുന്ന സകല കുടുംബങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകളുടെ മേലെ സ്വർഗത്തിൻ്റെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം തകർന്നു പോയ കുടുംബങ്ങൾ ഒരുപാടുണ്ട് ഈശോ. മക്കളുടെ അനുസരണക്കേടും ദുർനടപ്പും കാരണം സമാധാനമില്ലാതെ പോയ കുടുംബങ്ങൾ, അവിശ്വസ്തതയിൽ ജീവിക്കുന്ന മക്കൾ, വിശ്വാസം നഷ്ടപ്പെട്ട് തിന്മയുടെ വഴിയിലൂടെയൊക്കെ ജീവിക്കുന്ന മക്കൾ, ഈശോയെ, പല വിധത്തിൽ ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള മക്കളെ ചേർത്ത് വയ്ക്കുന്നു. ഇതെങ്ങനെ വീട്ടിൽ തീർക്കണമെന്നറിയാതെ നീറിക്കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും ഈ സമയം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവേ, എന്നിലും വിശ്വസിക്കുവേ. ഈശോയെ, ഈ വചനം എല്ലാ മക്കളിലും ആശ്വാസമായി ഭവിക്കട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ഈശോയെ, ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ആവശ്യങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവേ, നീ കാണുന്നുണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ. നിൻ്റെ മുൻപിലേക്ക് എല്ലാം വിട്ടു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. 2 സാമുവൽ 7:29 വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ സമയം തന്നെ അനുഗ്രഹമായി മാറട്ടെ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈശോയെ, എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വചനത്തിൻ്റെ അഭിഷേകം കൃപയായി, അനുഗ്രഹമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വരും തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ ഈശോയെ, വചനത്തിൻ്റെ അഭിഷേകം നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു.
വചനത്തിൻ്റെ ശക്തി നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഈ പ്രഭാതത്തിൽ നിവർത്തിയാകട്ടെ ഈശോ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ്യം തേടി മക്കൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഈശോയുമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ മക്കൾ പോകുന്ന വഴികളിൽ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ യാത്രകളിൽ ഈശോ നീ കൂടെയുണ്ടാകണം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ അമ്മേ നീ പൊതിഞ്ഞു പിടിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.